യെസ്, MI ലൈഫ് സ്റ്റൈൽ എന്ന നമ്മുടെ ആപ്ലിക്കേഷൻ ഇത് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ എന്ന ആപ്ലിക്കേഷൻ. ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ സ്ക്രീൻ കാണാം. ഇതിൽ നമ്മൾക്ക് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കാം. ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഞാനൊന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് മാറ്റി ലോഗിൻ ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് തുറക്കുന്ന ആളുകൾക്ക് വരിക ഈ ഒരു ബട്ടൺ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഈ പേജിൽ വരും. ഇവിടുന്ന് ഇതിന്റെ മുകളിൽ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു പടം കാണാം. ആ പടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, മൊബൈൽ നമ്പർ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഒരു OTP വരും. അപ്പൊ ആ OTP അടിച്ചു. ഇനി യൂസർ ID ചോദിക്കും. നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് നിങ്ങളുടെ യൂസർ ID നിങ്ങൾക്ക് കാണാതെ അറിയാം? അതായത് നിങ്ങളുടെ ID നമ്പർ കാണാതെ അറിയാം. നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് നമ്മളോട് ഒരാൾ നിങ്ങളുടെ നമ്പർ, മൊബൈൽ നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പർ നമ്മളൊരു പുസ്തകത്തിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ആ മൊബൈലിൽ തന്നെ ചിലപ്പം തപ്പി നോക്കിയിട്ടോ പറയുന്ന ഒരവസ്ഥ ഉള്ളത്. ഇതുപോലെ തന്നെയാണ് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് എന്ന ഈ ഒരു ബിസിനസിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആളുകൾ ID നമ്പർ കാണാതെ അറിയില്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ID നമ്പറുകൾ കാണാതെ പഠിക്കും. ഒരൊറ്റ ID, മെയിൻ ID മാത്രം, മെയിൻ ID നമ്പർ മാത്രമെങ്കിലും കാണാതെ പഠിക്കണം. എൻ്റെ ID നമ്പർ, ഇനി പാസ്വേഡ്, പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പാസ്വേഡ് ടൈപ്പ് ചെയ്തു. ഇനി ലോഗിൻ കൂടി. ലോഗിൻ ആയി. എൻ്റെ സ്ക്രീൻ കാണില്ലേ? മാറുന്നില്ല അല്ലേ വെച്ചിട്ടുണ്ടേ? അപ്പോ ലോഗിൻ ആയി. ഞാൻ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത സമയത്ത് ലോഗിൻ ആയത്. മൊബൈൽ നമ്പർ കൊടുക്കുക, അതിലേക്ക് OTP വരും. അതിനുശേഷം നമ്മുടെ യൂസർ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള ഈ ഒരു 3 വരകൾ ഇത് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെനു വരും. അപ്പൊ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാം. നേരെ എൻ്റെ ID നമ്പർ ഉണ്ട്, പേരുണ്ട്, അതിന്റെ താഴെ ഡാഷ്ബോർഡ്, MI പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മെനു കംപ്ലീറ്റ് കാണാം. അപ്പൊ ഇതിൽ ഇപ്പൊ ഇന്നലെ ഒരു ക്ലോസിംഗ് കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡാഷ്ബോർഡ് ഒന്ന് എടുക്കും. ഡാഷ്ബോർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആളെ പേര്, ജോയിൻ ചെയ്ത ഡേറ്റ്, കാര്യങ്ങൾ, ഈ കറണ്ടിലെ മന്ത് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇനി നിങ്ങളെ PBV നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഞാൻ വാങ്ങിയിട്ടുള്ള എൻ്റെ ഈ ID സ്വന്തം വാങ്ങിയ പർച്ചേസുകൾ ഇതിൽ കാണാൻ പറ്റും. 14,000 രൂപയുടെ പർച്ചേസ്, 10,500 ബിസിനസ് വോളിയം കാണാൻ പറ്റും. ഇനി മൈ ഗ്രൂപ്പ് ബിസിനസ് സമ്മറി നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ ഒരു മന്ത് ക്ലോസിംഗ് കഴിഞ്ഞതാണ്. മന്ത് ക്ലോസിംഗ് കഴിഞ്ഞു.
ഇന്നലത്തെ, അതായത് മെനിയാന്ന് മന്ത് ക്ലോസിംഗ് കഴിഞ്ഞു, ഇന്നലത്തെ സെയിൽസ് ആണ് കാണിക്കുന്നത്. ടിൽ യെസ്റ്റർഡേ എത്രയുണ്ട് എന്നുള്ളത്. ഇനി ഇന്നലെ രാത്രി 12 മണി മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള സെയിൽസ് കാണാം. ഈ മാസത്തിൽ ടോട്ടൽ വന്നിട്ടുള്ള ഓർഗനൈസേഷൻ ഫണ്ട് ടോട്ടൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ കച്ചവടം, ഒരാഴ്ചത്തെ കച്ചവടം, ഒരു മാസത്തെ കച്ചവടം ഒക്കെ, അതായത് സെയിൽസ് ഓർഗനൈസേഷൻ 1 ഉം 2 ഉം എത്ര വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ, അതായത് നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് നമ്മുടെ ഷാഹിദ് സാറാണ് എൻ്റെ സ്പോൺസർ. അപ്പോ അത് അവിടുന്ന് ഇങ്ങോട്ട് താഴോട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഡോക്യുമെന്റ് സ്റ്റാറ്റസ്, അതായത് നമ്മൾ KYC ചെയ്തിട്ടുണ്ടോ? യെസ്, ചെയ്തിട്ടുണ്ട്. NEFT ചെയ്തിട്ടുണ്ടോ? NEFT പറഞ്ഞാൽ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ KYC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? KYC എന്ന് പറഞ്ഞാൽ KYC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ID പ്രൂഫാണ്. ഈ ID പ്രൂഫിൽപ്പെട്ടതാണ് ഒന്ന് നമ്മുടെ ആധാർ കാർഡ്, അല്ലെങ്കിൽ അതായത് ഫോട്ടോ പതിച്ചിട്ടുള്ള ഗവൺമെന്റ് ID പ്രൂഫുകൾ കൊടുക്കും. ആധാർ കാർഡ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ഇലക്ഷൻ ID കാർഡ് കൊടുക്കാം, ഇതൊക്കെ കൊടുക്കാം. അപ്പം ഏത് വേണമെങ്കിലും KYCക്ക് വേണ്ടി നമ്മൾ കൊടുക്കാം. അതിൽ കൃത്യമായിട്ടുള്ള അഡ്രസ്സും വേണം, അതായത് ഫോട്ടോ വേണം, അഡ്രസ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ പാൻ കാർഡിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇതില് ചിലപ്പോൾ നമ്മുടെ ഇലക്ഷൻ ID കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, കുഴപ്പമില്ല, എന്നാൽ പോലും അത് നമുക്ക് ID പ്രൂഫായിട്ട്. രണ്ടാമത്തത് NEFT ആണ്, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നിങ്ങളുടെ അക്കൗണ്ടിനെ ഇതിലേക്ക് ആഡ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതാണ് NEFT എന്ന് പറയുന്നത്. അപ്പോൾ ആ NEFT ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള പ്രൂഫുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഈ ഞാൻ പറയാൻ പോകുന്ന മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് വേണ്ടത്. അതിൽ ആദ്യത്തേത് നമുക്ക് ബാങ്കിന്റെ പാസ്ബുക്ക് വേണമെങ്കിൽ ഉപയോഗം. ഓക്കെ, ബാങ്കിന്റെ പാസ്ബുക്ക് നമുക്ക് നേരെ ഫോട്ടോ ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്താൽ അതിൽ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഡീറ്റെയിൽസ് നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോ ബാങ്കിന്റെ പാസ്ബുക്ക്. ഇനി ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത് ഇപ്പോൾ ബാങ്കിന്റെ പാസ്ബുക്ക് ഒരാളുടെ കയ്യിലില്ല, അപ്പൊ വേണമെങ്കിൽ, അല്ലെങ്കിൽ സോറി, ബാങ്കിന്റെ പാസ്ബുക്ക് അത്ര ക്ലിയർ ഇല്ല, അപ്പൊ നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗപ്പെടുത്താം. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടും. ആ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിന്റെ മുകളിൽ ബാങ്കിന്റെ സീല് കൂടി ഒപ്പിക്കാം. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് സീല് കൂടി ഒപ്പിക്കാം. അപ്പൊ അതിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡൊക്കെ കൃത്യമായിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിങ്ങൾ കൊടുക്കാം. അടുത്തത് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചെക്ക് ബുക്ക്, പേര് ടൈപ്പ് ചെയ്തിട്ടില്ല, പേര് പ്രിന്റ് ചെയ്തിട്ടുള്ള ചെക്ക് ബുക്കുകൾ, ആ ചെക്ക് ബുക്ക് നിങ്ങൾക്ക് കൊടുക്കാം. പേര് പ്രിന്റ് ചെയ്തിട്ടുള്ള ചെക്ക് ബുക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കും. അപ്പോൾ ആ ചെക്ക് ബുക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഉണ്ടാവും. ഇനി പ്രത്യേകമായിട്ട് പറയുന്നത് IFSC കോഡ് ഇല്ലാത്ത ബാങ്കുകളുടെ ഡീറ്റെയിൽസുകൾ അയച്ചു കൊടുക്കുക കാര്യമില്ല. കാരണം ഒരുവിധം ബാങ്കുകൾക്കൊക്കെ ഇപ്പം IFSC കോഡ് ഉണ്ട്. ഇനി IFSC കോഡ് ഇല്ലാത്ത അത്രയും എന്താണ് ചില ഗ്രാമീൺ ബാങ്ക് പോലെയുള്ള ഏതെങ്കിലും ബാങ്കുകൾ ഉണ്ടെങ്കിൽ, സെൻട്രലൈസ്ഡ് അല്ലാത്ത RBI ഇത് ചെയ്യാത്ത ഏതെങ്കിലും ബാങ്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അയച്ചു കൊടുക്കരുത്. ഇനി കിട്ടിയിട്ടുള്ള പാസ്ബുക്കിൽ IFSC കോഡ് ഇല്ലെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല. പാസ്ബുക്കിൽ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പൊ ഈ 3 ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് NEFT ചെയ്യാൻ വേണ്ടത്. പിന്നെ പാൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അത് നിങ്ങൾ പാൻ കാർഡ് നമുക്ക് അറിയാലോ, നമ്മുടെ പാൻ കാർഡ് നമുക്ക് ഇൻകം തരുന്നത് TDS കട്ട് ചെയ്ത് മാത്രമേ ഇൻകം തരൂ, അതായത് വൈറ്റ് മണി മാത്രമേ നമുക്ക് തരൂ. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക്
പാനിന്റെ ഡീറ്റെയിൽസ് ആവശ്യമാണ്. അതുകൊണ്ട് പാൻ കാർഡ് ഡീറ്റെയിൽസ് നിങ്ങൾ ID അടിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രൂഫായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് പാനിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ KYC പറഞ്ഞു, NEFT പാൻ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞാൽ ഒരു ആധാർ ഡീറ്റെയിൽസ് ഉണ്ടാവും. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ KYC ചെയ്യുന്ന സമയത്ത് നമുക്ക് ആധാർ തന്നെ കൊടുക്കണം നിർബന്ധമല്ല. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ആധാറാണ് നമ്മൾ വാങ്ങുന്നത്. ആധാർ വാങ്ങാനുള്ള കാരണം അതിൽ പിന്നെ അഡ്രസ് ഉണ്ടാവും, കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, ആളുടെ ഫോട്ടോ ഉണ്ടാവും. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ആധാർ വാങ്ങിയത്. എന്നാൽ ആധാർ മാത്രമായിട്ട് നിങ്ങൾ ആധാർ നമ്പർ കൊടുത്തിട്ട് പ്രൂഫ് കൊടുത്തുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ഉറപ്പിക്കുകയാണ്. അപ്പൊ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ KYC ഡീറ്റെയിൽസ് ആർ ഓൾറെഡി സബ്മിറ്റഡ് എന്നാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ സബ്മിറ്റഡ് എന്നാണ് വരിക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ്. പ്രൊഫൈൽ, ഡോക്യുമെന്റ് സ്റ്റാറ്റസ്, ഡോക്യുമെന്റ് സ്റ്റാറ്റസ് ഫോർ ഡൗൺലൈനിൽ വേണമെങ്കിലും ഇത് ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മുടെ താഴെ വന്ന ആളുകൾക്ക് KYC ചെയ്യണം. അപ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്തു കൊടുക്കും. ഇനി നമ്മുടെ താഴെ വന്ന ആളുകൾ ഇത് പലരും നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. MI ജീനോളജി എന്താണെന്ന്. ജീനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താഴെ വന്നിട്ടുള്ള ആളുകളെ ഓർഗനൈസേഷൻ 1-ലും 2-ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്ന ഒരു സംവിധാനമാണ് ജീനോളജി എന്ന് പറയുന്നത്. അതിൽ ട്രീ വ്യൂ, ആദ്യത്തെ തന്നെ ട്രീ വ്യൂ ആണ്. അപ്പോൾ ട്രീ വ്യൂ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ താഴെ വന്നിട്ടുള്ള ഐഡികളെ കാണാം. ഇതൊക്കെ ഇതുപോലൊരു ടെക്നിക്കൽ ട്രെയിനിങ് നടത്തി ID അടിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത് എന്റെ സ്പോൺസർ ID അങ്ങനെ തന്നെ നോക്കി കഴിഞ്ഞ് കോപ്പി അടിച്ച് നമ്മൾ എക്സാമിന് ആളുകൾ കോപ്പി അടിക്കുക എന്ന് പറയും പോലെ കോപ്പി അടിച്ച ഐഡികളാണ് കാണുന്നത്. ഏതായാലും ഇപ്പൊ കട്ടാവുന്ന സമയത്തൊക്കെ പോകും, അത് കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലോ. അപ്പോ ഏതായാലും നമ്മുടെ പ്രീവ്യൂ നമുക്ക് ഇങ്ങനെ താഴേക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. ഓക്കെ, ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ബ്രാഞ്ച് 2-ൽ പോവുകയാണെങ്കിൽ എന്റെ ID ഇങ്ങനെ നമുക്ക് എന്റെ അനിയന്റെ ID ഉണ്ട്, ഇത് IF സാറിന്റെ ID ആണ്. അങ്ങനെ നമുക്ക് താഴേക്ക് ഇങ്ങനെ പോകാൻ പറ്റും. നമ്മുടെ താഴെയുള്ള ഐഡികൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ ഐഡികൾ നമ്മൾ ഇങ്ങനെ കാണാം. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മുടെ ട്രീ വ്യൂ താഴേക്ക് ഇങ്ങനെ പോകുന്ന ട്രീ വ്യൂസ് നമ്മൾ കാണാൻ പറ്റും. ഇനി നമുക്ക് ടാബുലാർ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അതായത് നിങ്ങളുടെ താഴെയുള്ള ഏതെങ്കിലും ഒരു ID നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് നിങ്ങളുടെ താഴെ ഇപ്പോൾ ഒരുപാട് ഐഡികളുണ്ട്. ഇപ്പോൾ ഒരു 2000, 3000, 5000 ഐഡികളൊക്കെ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരാളുടെ ID നിലവിലുണ്ടോ? ചിലർക്ക് സംശയം ഉണ്ടാവും, ID ഉണ്ടോ. അപ്പൊ താഴേക്ക് ഇങ്ങനെ പോയി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ടാബുലാർ വ്യൂ എടുത്തിട്ട് കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, കീ എന്ന് പറഞ്ഞ മന്ത്ലി സ്റ്റാറ്റസ് കഴിഞ്ഞിട്ട് ഈ കീ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഒന്നുകിൽ നെയിം അല്ലെങ്കിൽ യൂസർ ID, പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതിലേതെങ്കിലും ഒന്ന്. അപ്പൊ നമുക്ക് നല്ലത് എന്താണെന്ന് വെച്ചാൽ ID നമ്പർ കിട്ടി കഴിഞ്ഞാൽ യൂസർ ID നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ യൂസർ ID നമ്മൾ എൻ്റർ കീവേഡ് അപ്പോൾ ഞാൻ കൊടുക്കുകയാണ്. ഒരു ID നമ്പർ ഞാൻ കൊടുത്തു. ഞാൻ ഷോ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് യെസ് ഉണ്ട്. ID നമ്പർ കൊടുത്ത സമയത്ത് എന്റെ താഴെ ഈ ID ഉണ്ട്, ഇത് ആക്റ്റീവ് ആണ്, ഇത് KYC, NEFT, പാൻ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും, കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരു ID നമ്പർ വേണമെങ്കിൽ നമുക്ക് യൂസർ ID ഉണ്ടോ ഇല്ല എന്ന് സെർച്ച് ചെയ്യാം. ഇനി ഒരാളുടെ പാൻ നമ്പർ മാത്രം മതി. അപ്പൊ അയാളുടെ ID നമ്പർ അയാൾ മറന്നു, പക്ഷെ പാൻ നമ്പർ ഓർമ്മ. ശരി, പാൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ID നമ്പർ കാണാൻ പറ്റും. എന്റെ പാൻ നമ്പർ എന്നാണ് അടിച്ചത്, അവിടെ എന്താണ് എന്റെ മറ്റൊരു ID അവിടെ കിടക്കുന്നുണ്ട്. അതിൽ KYC ചെയ്തിട്ടുണ്ട്, ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. അതായത് പാൻ ഉണ്ട്, NEFT ചെയ്തിട്ടുണ്ട്.
അപ്പോ വേറെ ഒരു ഐ ഡി ഉണ്ട്. ആ ഐ ഡി കാണിക്കുന്നത്, അതായത് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാൻ കാർഡ് നമ്പർ നിങ്ങൾ കിട്ടി, ആ പാൻ കാർഡ് നമ്പർ നിങ്ങളുടെ താഴെയുള്ള ഒരാളാണ് ഐ ഡി നമ്പർ കാണാൻ, അതായത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് വെച്ചിട്ട് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. അതാണ് ഇത് നമുക്ക് ഭാവിയിൽ ആവശ്യമുള്ള ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ലീഡേഴ്സ് ടാബുലാർ വ്യൂ വേണമെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള ടീം കോർഡിനേറ്റർ ആൻഡ് എബോവ് ലീഡേഴ്സിന്റെ കംപ്ലീറ്റ് ഐ ഡി നമ്പർ ഡീറ്റെയിൽസ്. അതിൽ താഴെ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന TC ആണ് നമ്പർ 1 ആയിട്ടുണ്ടാവുക. TC മുതൽ താഴേക്ക് TC കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ATC, DTC ഇങ്ങനെയൊക്കെ ഒരുപാട് താഴോട്ട് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ TC അബോവ് ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരുപാടുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. ഏകദേശം ഏറ്റവും അവസാനം വരെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് ZTC ഇതിന്റെയൊക്കെ മേലെ ഉണ്ട്, 100 മേലെയായി. അപ്പോ 114 NTC വരെ, ഉമർ സാർ 114. അപ്പോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷൻ 1 ഉം 2 ഉം വന്നിട്ടുള്ള ലീഡേഴ്സ് TC ആൻഡ് എബോവ് ലീഡേഴ്സിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടാബുലാർ വ്യൂ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ താഴെ നമ്മുടെ സ്പോൺസേഴ്സിന്റെ പെർഫോമൻസ് ബോണസ് ഒരാഴ്ച നമുക്ക് TC എബോവ് ലീഡേഴ്സിനുള്ളതാണ് പെർഫോമൻസ് ബോണസ്. അതുകൊണ്ട് പെർഫോമൻസ് ബോണസ് ചെക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ പെർഫോമൻസ് ബോണസ് ചെക്ക് ഉണ്ട്. പിന്നെ ചെക്ക് മൈ ബോർഡ്, നമ്മുടെ നെക്സ്റ്റ് റാങ്കിലേക്ക് എത്ര ഡീറ്റെയിൽസ് വേണം എന്നുള്ളത്. അപ്പൊ അത് ഓരോരുത്തരും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് അത്ര റിലവന്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലെത്തില്ല. പിന്നെ MI ഇൻകത്തിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് ടേൺ ഓവർ ബോണസ്, ഒരാഴ്ച എത്ര ബിസിനസ് നടന്നു, വീക്കിലി എത്ര വരുമാനം വന്നു, വീക്കിലി ഓൺ ഹോൾഡ്. ചില ആളുകൾ പറയാറുണ്ട്, സാറേ എനിക്ക് ഇൻകം കാണിക്കുന്നില്ല. അപ്പൊ വീക്കിലി പേ ഔട്ടിൽ ഇൻകം കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വീക്കിലി ഓൺ ഹോൾഡിൽ പോയി നോക്കണം. ഹോൾഡിൽ പോയി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അടക്കം അതിൽ കാണിക്കും. ചിലപ്പോൾ NEFT പെൻഡിങ്, KYC പെൻഡിങ്, അല്ലെങ്കിൽ പാൻ കാർഡ് പെൻഡിങ് കാണിക്കും. ഇനി അല്ലെങ്കിൽ മിനിമം പർച്ചേസ് കണ്ടീഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1000 രൂപ മിനിമം പർച്ചേസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ മിനിമം കണ്ടീഷൻ ഫെയിൽ ആയതുകൊണ്ട് അതിൽ കാണിക്കില്ല. അപ്പൊ അത് വീക്കിലി ഓൺ ഹോൾഡിലേക്ക് വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ TDS, നിങ്ങളുടെ GST കാര്യങ്ങൾ ഡീറ്റെയിൽസ്, GST ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇപ്പൊ ആവശ്യമില്ല. TDS ഡീറ്റെയിൽസ് ഇതൊക്കെ ഉണ്ട്. പിന്നെ കമ്പനിയുടെ പിന്നെ ബിസിനസ് പ്ലാൻ, ഇനി ലീഗൽ സെക്ഷൻ, നിങ്ങൾ കമ്പനിയുടെ ഡോക്യുമെന്റേഷൻസ് ഒക്കെ കാണിച്ചു, കമ്പനിയുടെ ഡോക്യുമെന്റേഷൻസ് നിങ്ങൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇവിടെ ഇതാക്കുന്ന നമ്മുടെ ഫിക്കി മെമ്പർഷിപ്പ് സൂം ചെയ്ത് കാണാം. MS മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഫിക്കിയിലെ മെമ്പർഷിപ്പ് മാർച്ച് 31 മാർച്ച് 2024 വരെ വാലിഡിറ്റി ഉള്ള നമ്മുടെ ഫിക്കി മെമ്പർഷിപ്പ്, ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനിലെ മെമ്പർഷിപ്പ്, നമ്മുടെ കമ്പനിയുടെ പാൻ കാർഡ്, ISO സർട്ടിഫിക്കറ്റ്, ഇനി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ കമ്പനിയുടെ, അതായത് നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ്, ഇന്ത്യ ഗവൺമെന്റ് ഗസറ്റ്, അതായത് ഡയറക്ട് സെല്ലിംഗ് റൂൾസിന്റെ ഗസറ്റ് വിജ്ഞാപനമാണ്, ഇത് നിയമപരമായിട്ട് നടക്കുന്ന ബിസിനസ് ആണ് എന്നുള്ളതിന്റെ കംപ്ലീറ്റ്. നമ്മൾ ഫസ്റ്റ് പേജ് മാത്രമേ നമ്മുടെ ബ്രോഷറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കംപ്ലീറ്റ് ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാൻ പറ്റിയിട്ടുള്ള പരിവർത്തനം. എല്ലാ സംഭവങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ലീഗൽ സെക്ഷനിൽ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡോക്യുമെന്റ്സ് ചോദിക്കുന്ന ആളുകളോട്, ഡോക്യുമെന്റേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇനി കമ്പനിയുടെ തന്നെ CSR പോളിസി കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. പിന്നെ സ്നാച്ചിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കമ്പനിയുടെ റൂൾസ് ആണ്. അപ്പം അതൊക്കെ ലീഗലി എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡോക്യുമെന്റേഷൻ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റി, അത് കമ്പനിയുടെ CSR ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ പിന്നെ അതുപോലെ അച്ചീവേഴ്സിനെ, റാങ്ക് അച്ചീവേഴ്സ്, സീലിംഗ് അച്ചീവേഴ്സ്. ഒരാള് നമ്മൾ പറയാണ് ഇപ്പൊ ബിജു BK സീലിംഗ് അച്ചീവറാണ്. ഇത് നിങ്ങൾ സീലിംഗ് അച്ചീവേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കുറെ പോകേണ്ടി വരും. അതുകൊണ്ട്
ഇതില് ഇങ്ങനെ തപ്പിയാൽ കിട്ടില്ല. എന്തായാലും സീലിംഗ് അച്ചീവേഴ്സിന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആണ് ഇത്രയും സീലിംഗ് നമ്മൾ പറയാറുണ്ട്, ആയിരക്കണക്കിന് സീലിംഗ് അച്ചീവേഴ്സ് ആണ് ഉണ്ട്. തീരൂല. അത്രയും കൂടുതൽ സീലിംഗ് അച്ചീവേഴ്സ് അവരുടെ സ്റ്റേറ്റ്, ഐ ഡി നമ്പർ അടക്കം, പേരടക്കമുള്ള സംഭവങ്ങൾ സീലിംഗ് അച്ചീവേഴ്സ്. ഇനി മന്ത്ലി ഓരോ മാസത്തെയും പുതിയ അച്ചീവേഴ്സ് ഇതൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെ ഒരുപാട്, അതായത് എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ലാസ്റ്റ് തായ്ലൻഡ് ഇതൊക്കെ ഇതിലുണ്ട്. അതായത് നമ്മുടെ കമ്പനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ മാത്രം മതി. ആരോട് കൊടുക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ സ്പീഡായിട്ടാണ് ഞാൻ പറയാം. കാരണം നമുക്ക് ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും താഴെ വരുന്ന സൈനപ്പ് എന്നൊരു ഓപ്ഷൻ, സൈനപ്പ് എന്നൊരു ഓപ്ഷൻ, ആ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്ലസ് നിങ്ങൾക്ക് കാണാം. ഇതാണ് സൈനപ്പ് എന്ന ഓപ്ഷൻ. ആ സൈനപ്പ് എന്ന ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ഒരു ഐ ഡി നമ്പർ, ഇതിപ്പോ എന്റെ ഐ ഡി നമ്പർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏത് ഐ ഡി നമ്പർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഏറ്റവും അവസാനം ഞാന് മറ്റൊരു ഐ ഡി നമ്പർ ഞാൻ നിങ്ങളുടെ താഴെയുള്ള, അതായത് നിങ്ങൾ എവിടെയാണോ ഐ ഡി അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഐ ഡിയുടെ, അതായത് ആ സ്പോൺസർ ഐ ഡി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഐ ഡി ഉണ്ട്. അപ്പൊ സ്പോൺസർ ഐ ഡി ആയിട്ട് കൊടുക്കുന്ന ഐ ഡി ആണ് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു ഐ ഡി നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം, എന്നിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോൺസർ ഐ ഡി, അതിന്റെ താഴെ നിങ്ങൾക്ക് സ്പോൺസർ നെയിം ആരാണോ സ്പോൺസർ ഐ ഡി, നെയിം മുഹമ്മദ് എന്ന ആള് പേരിലാണ് ഈ ഐ ഡി, അതായത് എന്റെ ഉപ്പന്റെ പേരിൽ തന്നെ നമ്മൾ പറയാൻ, നമുക്ക് വീട്ടിലെ എല്ലാ ആൾക്കാരെയും പേരിൽ ഐ ഡി വേണം, നമ്മൾ വരുമാനം ഉണ്ടാക്കണ്ടേ, മുന്നിൽ മാത്രം 2-10 മതിയോ? പോരല്ലോ. അപ്പോ ആ ഒരു ഐ ഡിയുടെ താഴെ നമുക്ക് വേണമെങ്കിൽ പൊസിഷൻ സെലക്ട് ചെയ്യാം. ഓർഗനൈസേഷൻ 1 ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാൻ ഓർഗനൈസേഷൻ 1 സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ നെയിം ആസ് ഗിവൺ ഇൻ ബാങ്ക് റെക്കോർഡ്സ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകളുടെ പേരുകൾ നമ്മൾ പേര് കൊടുക്കുക, ചില ആളുകളുടെ പേരുകൾ ആധാർ കാർഡിലുണ്ട്, പാൻ കാർഡിൽ വേറൊന്നും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൽ വേറൊന്ന്, പാസ്പോർട്ടിൽ വേറൊന്ന്. ഇത് മുമ്പ് ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത ഒന്നായിരിക്കും. അത് ഈ റെക്കോർഡുകളെല്ലാം യുണീക്ക് ആണ്, അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ്. അപ്പൊ നമുക്ക് പിന്നെ നമ്മളൊരു ആവശ്യത്തിന് ഈ ഡോക്യുമെന്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് പോകും. അപ്പൊ ചിലപ്പം പലതിനും പല ആളുകളും കണ്ടുവരുന്നതാണ് പേരിൽ ചെറിയൊരു വ്യത്യാസം. ഉദാഹരണത്തിന് എന്റെ പേരിൽ ചിലപ്പം മുഹമ്മദ് റമീസ് എന്നൊരു പേര്, ഉപ്പയുടെ പേരും കൂടി കൂട്ടിയിട്ടുള്ള ഒരു പേര് ഏതെങ്കിലും റെക്കോർഡിൽ ഉണ്ട്. അടുത്ത റെക്കോർഡിൽ വെറും റമീസ് മാത്രമേ. കാരണം അപ്പോഴേതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് കൊടുത്ത് ആരോ ഒരു മിസ്റ്റേക്ക്, ഏതോ ഒരു സമയത്ത് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് അത് ഇങ്ങനെ തുടർന്ന്. അപ്പൊ അത് നമ്മൾ കഴിയുന്നതും നമ്മൾ സ്വയം ഒഴിവാക്കുക. ഇനി അങ്ങോട്ട് നമ്മൾ നോക്കേണ്ടത്, മുമ്പ് ഒക്കെ പാസ്പോർട്ട് കിട്ടണമെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ അത്രയും വെരിഫിക്കേഷനോ കാര്യമൊന്നുമില്ല. അന്ന് പാസ്പോർട്ട് എടുത്ത ആളുകളുണ്ടാവും, പിന്നീട് റിന്യൂ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ സംഭവിച്ചിരുന്നു. അതുപോലെ മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ടെസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, ആപ്ലിക്കേഷൻ വെറുതെ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി എന്നൊക്കെ ഞാൻ കേട്ടു ഒരുപാട് മുമ്പ്. അപ്പോ അതുപോലെയാണ് നമ്മുടെ പല ഡോക്യുമെന്റ്സും സത്യത്തിൽ. പക്ഷേ ഇപ്പോ വരുന്ന പുതിയ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യമാണ്, അതായത് പേരും കാര്യങ്ങളും. അപ്പൊ ആ പേരിൽ അല്ലെ അഡ്രസ്സിൽ ചേഞ്ച് ഉള്ളതും നമ്മൾ ഐ ഡി അടിക്കുന്ന സമയത്ത് ഏതാണോ പെർമനന്റ് ആകാൻ പോകുന്നത്, പേരാണെങ്കിലും അഡ്രസ് ആണെങ്കിലും ആ അഡ്രസ്സോ പേരോ, ഇപ്പൊ ഒരാളിപ്പോ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് താമസം മാറി, അവിടെ കൊടുക്കുന്ന അഡ്രസ് എന്ന് പറയുന്നത് അല്ലെ അവിടെയുള്ള അഡ്രസ്സിലേക്ക് മാറ്റാനുള്ളതാണ് ഡോക്യുമെന്റ്സ്. അപ്പൊ ആ ഒരു അഡ്രസ്സിൽ ഏതെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അവരോട് ആ അഡ്രസ്സിലേക്ക് ഡോക്യുമെന്റുകൾ ബാക്കിയുള്ളത് മാറ്റാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യപ്പെട്ടു. ഇതൊക്കെ നമുക്ക് ഇപ്പം ഏതൊരു ഡോക്യുമെന്റിലും ഡീറ്റെയിൽസ് നമുക്ക് ചേഞ്ച് ആയി കിട്ടണമെങ്കിൽ വളരെ ഈസിയാണ്.
പോലെ ഒന്നുമില്ല. വേണമെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത് അക്ഷയകളിലൊക്കെ ബന്ധപ്പെട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പത്തെ പോലെ ഇതിന്റെ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഐഡിയ അടിക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് ഭാവിയിലേക്ക്, അതായത് മുന്നോട്ട് പോകുന്ന സമയത്തുള്ള ഒരുപാട് കുറകൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് പേര് നമുക്ക് കൊടുക്കാം. ശരി, ഞാൻ എൻ്റെ പേര് തന്നെ കൊടുക്കാം. ഞാൻ കൊടുക്കാം. ഇനി ഇനീഷ്യൽ വേണമെങ്കിൽ കൊടുക്കുക, വേണമെങ്കിൽ. ഇനി അഡ്രസ് എന്നത് നമ്മൾ കൊടുക്കുന്നത് കൃത്യമായിട്ടുള്ള അഡ്രസ് ആയിരിക്കും. അതായത് നമ്മുടെ വീടിന്റെ പേരോ ബാക്കി ഡീറ്റെയിൽസോ ഒക്കെ ഇങ്ങനെ താഴേക്ക് നമ്മുടെ വീട് അതിന്റെ ഡീറ്റെയിൽസ്, കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ തന്നെ സെലക്ട് ജെൻഡർ, മെയിൽ ഫീമെയിൽ കൊടുക്കുക. പാൻ കാർഡ് നമ്പർ, നമ്മുടെ അതായത് ആളെ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. ഇതിപ്പോ ഞാൻ കൊടുക്കുന്നത് കൊണ്ട് എന്റേത് തന്നെ കൊടുക്കണം എന്ന് വിചാരിക്കരുത്, ആരുതാണോ. സിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള ടൗൺ ഏതാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാറുള്ളത് ഇപ്പൊ ഈ ഏരിയ ഇവിടെ എങ്ങനെയാണ്, സിറ്റി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജില്ലയുടെ അല്ലെങ്കിൽ കോഴിക്കോട് എന്ന് കൊടുക്കും. കോഴിക്കോട് സിറ്റി എന്ന്. കാരണം ഒരു സാധനത്തിന്റെ അഡ്രസ്സ് വരുന്ന സമയത്ത് പിൻകോഡ് അടക്കം നമുക്ക് വേണം. എന്നാൽ പോലും സിറ്റിയുടെ പേര് നമ്മുടെ ആ ഒരു അഡ്രസ്സിന്റെ തൊട്ടടുത്തുള്ള അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏതാണ് സിറ്റി എന്ന് നമ്മൾ ഇറങ്ങുന്ന ഒരു സ്ഥലം, അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിങ്ങൾ കൊടുക്കാം. ഇനി കോഴിക്കോട് എന്നുള്ളതിന് പകരം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഏരിയകളിൽ താമരശ്ശേരി കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാൻ അത് കൊടുത്തു. ഡേറ്റ് ഓഫ് ബർത്ത് അത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇവിടെ സെലക്ട് ചെയ്തെടുക്കാം. ഇവിടെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇയർ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇനി ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം വരുന്നത് മന്താണ്. ഇത് MMDDYY എന്ന ഫോർമാറ്റിലാണ് വരിക. ആദ്യം മാസം, പിന്നെ ദിവസം, പിന്നെ വർഷം. ഈ ഒരു ഫോർമാറ്റിലാണ് വരിക. പല ആളുകളും ഇപ്പോ ഒരാള് ജനുവരി 5-ന് ജനിച്ച ഒരാളാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുക 5/1 ഏതാണോ വർഷം ആ വർഷമാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, അതിന് മറുപടി ഞാൻ പറയും. അപ്പോ ജനുവരി 5-നുള്ളത് നമ്മൾ 5/1, ഒരാള് ജനുവരി 5, 1990 ജനിച്ചു. അപ്പോ നമ്മൾ കൊടുക്കുന്നത് 5/1/1990 ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. 5/1/1990. സത്യത്തിൽ ഇത് നമ്മൾ ഓക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് സിസ്റ്റത്തിൽ വരിക 1-ാം മാസം എന്നല്ല, 5-ാം മാസം 1-ാം തീയതി 1990, അതായത് മെയ് 1-ന് ഒരാൾ 1990 മെയ് 1-ന് ജനിച്ചു എന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? 1 ആദ്യം മാസം, ദിവസം, വർഷം. ഓക്കെ, 1/5/1990 എന്നാൽ 5-ാമത്തെ ദിവസം 1-ാമത്തെ മാസം 1990 ജനിച്ചു, അതായത് ജനുവരി 5 എന്ന്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഐഡിയിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് വരിക. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ ഓക്കെ. സെലക്ട് സ്റ്റേറ്റ്, കേരള മുകളിൽ തന്നെ ഉണ്ട്. അപ്പൊ കേരള. പിൻകോഡ്, നമ്മുടെ പിൻകോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇമെയിൽ ഐ ഡി കൊടുക്കാം. ഇമെയിൽ ഐ ഡി പല ആളുകൾക്കും ഇമെയിൽ ഐ ഡി ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഇമെയിൽ ഐ ഡി ഉണ്ടാവും. അത് എവിടെ ഉണ്ടാവുക എന്ന് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഒരാള് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾ, ഓക്കെ, അയാളുടെ ജിമെയിൽ, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ജിമെയിൽ ഉണ്ടാവും, അതായത് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാവും. ജിമെയിൽ എടുക്കുക, നേരെ അവരുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, എൻ്റെത് remees.mt@gmail.com കാണാലോ. ഇത് എൻ്റെ മെയിൽ ഐ ഡി. ഇവിടെ ഇതുപോലെ തന്നെ മെയിൽ ഐ ഡികൾ നിങ്ങൾക്ക് ഓരോ ആളുകളുടെ ഗൂഗിൾ ജിമെയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
അപ്പൊ അത് നേരെ എഴുതിയെടുക്കുക. ഇമെയിൽ ഐ ഡി ഇപ്പോഴത്തെ കാലത്ത് ഇമെയിൽ ഐ ഡി നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഇമെയിൽ വരും. പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പർ എത്രയാണോ മൊബൈൽ നമ്പർ കൊടുക്കുക. യൂസർ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പാസ്വേഡ് കഴിയുന്നതും നമ്മുടെ ടീമിന് കോമൺ ആയിട്ടുള്ള പാസ്വേഡുകൾ ഉണ്ടാകും ഓരോ ടീമിനും. അപ്പൊ തൽക്കാലം ആ പാസ്വേഡുകൾ കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡോക്യുമെന്റേഷനോ കാര്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഐ ഡി നമ്പർ തന്നിട്ട് പറയാണ്, സാറേ എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ, ഇൻകം എന്റെ ഹോൾഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ഡോക്യുമെന്റ് അപ്ലോഡ് ആവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇൻകം വന്നിട്ടില്ല, എന്താ പ്രശ്നം നോക്കൂ എന്ന് പറയുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ പിന്നെ ഒരു ഐ ഡി നമ്പർ, നമ്മുടെ ഐ ഡി നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പാസ്വേഡ് എന്താണെന്നുള്ളത് ഒരു കോമൺ പാസ്വേഡ് നമുക്ക് അറിയുന്നുണ്ട്. ഇത് തുറന്നു നോക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതിൽ വേറെ ക്യാഷോ കാര്യങ്ങളോ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോ അങ്ങനത്തെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് പാസ്വേഡ് കോമൺ ആയിട്ട് വെക്കുന്നത് കുഴപ്പമില്ല. പിന്നെ ഈ പാസ്വേഡ് ശരിക്കും നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ ഞാൻ തുറന്നു നോക്കാൻ പാടില്ല. നിങ്ങൾ കൺസെന്റ് ഉള്ളത് കൊണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുറക്കുന്നു എന്നുള്ളത്. അത് ഏതൊരാളാണ് അങ്ങനെ മാത്രമല്ല. അപ്പൊ നമുക്ക് അത് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കോമൺ പാസ്വേഡിന്റെ പാസ്വേഡ് കൊടുക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോ പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, അതിൽ നമ്മുടെ പേര് ഓൾറെഡി ടൈപ്പ് ചെയ്ത പേര് അതിൽ വന്നിട്ടുണ്ടാവും. അക്കൗണ്ട് നമ്പർ വേണമെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുക്കാം, അവിടെ കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല. പിന്നെ നോമിനി നിർബന്ധമാണ്. നോമിനി ഡീറ്റെയിൽസ്, നോമിനിയുടെ നെയിം, നോമിനിയായിട്ട് ബന്ധം, അവരുടെ പ്രായം. ഇനി അവിടെ താഴെ നമുക്ക് യെസ് ഐ ആം 18 ഇയേഴ്സ് ആൻഡ് എബവ് എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഐ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ടേംസ് പ്രൈവസി പോളിസി ഓഫ് സൈറ്റ്, അതും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സിഗ്നേച്ചർ കോളത്തിൽ സാധാരണഗതിക്ക് നമുക്കറിയാം സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പാണ് ആണല്ലോ. അപ്പോ നമ്മുടെ ഒപ്പ് ഇതിൽ ഇവിടെ ഇടാൻ പറ്റുമോ? ഇല്ല, ഇടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ഇവിടെ. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ഇവിടെ മുകളിൽ നമുക്ക് എന്റെ പേര് ടൈപ്പ് ചെയ്യുന്നത്, അതിൽ 6 ക്യാപിറ്റൽ ആണെങ്കിൽ 6, ബാക്കി സ്മോൾ ലെറ്ററിൽ. ഇനി ഞാൻ എന്റെ ഇനീഷ്യലും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി അല്ല, ഞാൻ മുകളിൽ ടൈപ്പ് ചെയ്തത് ആർ എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ, എ ക്യാപിറ്റൽ, ഇങ്ങനെയാണ് വെക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ അടിക്കുക. അതായത് മുകളിൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്തിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ സ്പെല്ലിങ് മാറാതെ, അപ്പർ കേസ് ലോവർ കേസ് മാറാതെ മുകളിൽ എന്താണോ ചെയ്യണം. ഓക്കെ. ഇനി കണ്ടിന്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കാരണം ഡീറ്റെയിൽസ് ഇനി കൊടുക്കാണ്ട്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് ഈ കൊടുത്ത ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ വെരിഫൈ ചെയ്തതിനു ശേഷം രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളുടെ ഇത് പോകുന്നത് ഒരു ഒരു ഐ ഡി നമ്പർ തെളിഞ്ഞു വരും. രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് അതായിരിക്കും നിങ്ങൾ കിട്ടിയിട്ടുള്ള പുതിയ ആളുടെ ഈ ഐ ഡി നമ്പർ. ഓക്കെ, ഇത്രയാണ് രജിസ്ട്രേഷന്റെ കാര്യങ്ങളുള്ളത്. അപ്പൊ ഞാനൊന്ന് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയാണ് രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ. ഇനി ഇതിൽ എഴുതി ചോദിച്ചിട്ടുള്ള ഒരു സംശയം, സ്പോൺസർ ഐ ഡി മെയിൻ ഐ ഡി ആണോ കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. മെയിൻ ഐ ഡി നമ്പർ അല്ലല്ലോ സ്പോൺസർ ഐ ഡി കൊടുക്കും. ഏത് ഐ ഡി നമ്പർ ആയാലും മെയിൻ എന്നല്ല. സ്പോൺസർ ഐ ഡി എന്ന് പറഞ്ഞാൽ ഏതൊരാളുടെ ഐ ഡിയുടെ അല്ലെങ്കിൽ ഏതൊരു ഐ ഡിയുടെ താഴെയാണോ നമുക്ക് പുതിയ ഐ ഡി വരേണ്ടത്. ഓക്കെ, ഉദാഹരണത്തിന് റമീസ് എന്ന ഞാൻ ജോയിൻ ചെയ്തു. എന്റെ ഓർഗനൈസേഷൻ 1ലും 2ലും എന്റെ തന്നെ ഐഡികൾ, നമ്മൾ 3 ഐഡികൾ സാധാരണ അടിക്കാറുണ്ട്. 3 ഐഡികൾ, ഓർഗനൈസേഷൻ 1ൽ 1, ഓർഗനൈസേഷൻ 2ൽ 1, അങ്ങനെ ടോട്ടൽ 3 ഐഡികൾ. എന്റെ താഴേക്ക് ആരും വന്നിട്ടില്ല. ഞാൻ അഫ്സത്ത് മാഡത്തിന്റെ അടുത്ത് ബിസിനസ്, അഫ്സത്ത് മാഡത്തിനെ എന്ത് ചെയ്യണം, ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി അഫ്സത്ത് മാഡത്തിന്റെ ഡീറ്റെയിൽസ് വാങ്ങി അഫ്സത്ത് മാഡത്തിന്റെ ഐ ഡി ഞാൻ അടിക്കുകയാണ്. ആ ഐ ഡി അടിക്കുന്ന സമയത്ത് സ്പോൺസർ ഐ ഡി ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം, എന്റെ മെയിൻ ഐ ഡി അല്ല. എന്റെ മെയിൻ ഐ ഡിയുടെ തൊട്ട് താഴെ ഓർഗനൈസേഷൻ 1ലും 2ലും എന്റെ തന്നെ ഐ ഡി ഞാൻ അടിച്ചിട്ടുണ്ടല്ലോ. കാരണം എന്താ, നമുക്ക് ഇത് ബെനിഫിറ്റ് പിന്നീട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈപോൾ അടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓർഗനൈസേഷൻ 1ലാണ് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്റെ മെയിൻ ഐ ഡിയുടെ ഓർഗനൈസേഷൻ 1ൽ ഒരു ഐ ഡി വന്നിട്ടുണ്ടാവും.
ആ ഐഡിയയാണ് ഞാൻ സ്പോൺസർ ഐഡിയ ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സോറി, ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊളത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കൊളത്തി വെക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഇതിന്റെ പ്ലാൻ വരണം ചെയ്യും. നമ്മളെ ഓർഗനൈസേഷൻ 1, 2 ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഇവിടെ കൊളത്തുന്ന സമയത്ത് ഇതാണ് സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഐഡിയ ആണോ അവസാനം ഉള്ളത് ആ ഐഡിയ ആണ് സ്പോൺസർ ഐഡിയക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അഫ്സത്ത് മാഡത്തിന് എന്റെ ഓർഗനൈസേഷൻ ഫണ്ടിൽ ആഡ് ചെയ്യുമ്പോൾ അഫ്സത്ത് മാഡത്തിന്റെ ഐഡിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് മുകളിൽ സ്പോൺസർ ഐഡി ചോദിക്കുന്നത്. സ്പോൺസർ ഐഡി ഞാൻ കൊടുക്കുന്നത് എന്റെ ഓർഗനൈസേഷൻ ഫണ്ടിൽ വന്നിട്ടുള്ള അവസാനത്തെ ഐഡിയ ഏതാണോ ആ ഐഡിയയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്പോൺസർ ഐഡി ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് മറ്റു ഡീറ്റെയിൽസ് നമുക്ക് മാറ്റി അടിക്കാൻ പറ്റും. ഐഡി അടിച്ചിട്ടില്ല, മാറ്റി അടിക്കാൻ പറ്റില്ല. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ കമ്പനിയിലേക്ക് നമുക്ക് മെയിൽ അയക്കാൻ പറ്റും. അത് പുതിയ പ്രൂഫ് വെച്ച് ഇന്ന ആളുടെ ഐഡി മാറിയിട്ടുണ്ട്, ഡീറ്റെയിൽസ് മാറിയാൽ അഡ്രസ്സ് മാറിയിട്ടുണ്ട്, ഡീറ്റെയിൽസ് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് കമ്പനി തന്നെ നോക്കി പ്രൂഫ് അനുസരിച്ച് ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോ ഇത്രയാണ്. ഇന്ന് 5 മിനിറ്റ് അധികമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയാണ് ഐഡിയ അടിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി വ്യക്തമാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ലീഡേഴ്സുമായിട്ട് ഒന്നുകൂടി സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും.